ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റെപ്പ് 2 ഡ്രീം. SCERT 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11 അധ്യായങ്ങൾ പഠിച്ചു. ഇനി 12ാമത്തെ അധ്യായം ഭൂമിയിലെ ജലം. ഹെഡിങ് പോലെ തന്നെ ജലത്തെക്കുറിച്ചുള്ള പ്രധാന പോയിന്റുകളാണ് ഈ പാഠത്തിനകത്തുള്ളത്. മാത്രവുമല്ല പലതും പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. ശ്രദ്ധയോടെ പഠിക്കുക, അറിയാത്ത പോയിന്റുകൾ എഴുതി വെച്ച് പഠിക്കുക. ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നത് മൂലമാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? ജലം തണുത്തുറയുമ്പോൾ അതിൻ്റെ സാന്ദ്രത കുറയുന്നു. അതുകൊണ്ടാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ലോക ജലദിനം മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. സൗരയുധത്തിലെ ജീവഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. സൗരയുധത്തിലെ ജീവഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ജലഗ്രഹം എന്നറിയപ്പെടുന്നതും ഭൂമിയാണ്. സൗരയുധത്തിലെ ജീവഗ്രഹമെന്നും ജലഗ്രഹമെന്നും അറിയപ്പെടുന്നത് ഭൂമിയാണ്. സൗരയുധത്തിലെ ജീവഗ്രഹം ഭൂമി, ജലഗ്രഹം ഭൂമി. ജീവൻ ആദ്യമായി ഉണ്ടായത് ജലത്തിലാണെന്ന് കരുതപ്പെടുന്നു. ജീവൻ ആദ്യമായി ഉണ്ടായത് ജലത്തിലാണെന്ന് കരുതപ്പെടുന്നു. നീലഗോളം എന്നറിയപ്പെടുന്നതും ഭൂമിയാണ്. നീലഗോളം എന്നറിയപ്പെടുന്നതും ഭൂമിയാണ്. അപ്പോൾ പേരുകളാണ്? സൗരയുധത്തിലെ ജീവഗ്രഹം, ജലഗ്രഹം, ജീവൻ ആദ്യമായി ഉണ്ടായത് ജലത്തിൽ, നീലഗോളം എന്നറിയപ്പെടുന്നത് ഭൂമി. ഇതെല്ലാം ഭൂമിയാണ്. അപ്പോൾ നീലഗോളം എന്ന് ഭൂമി അറിയപ്പെടാനുള്ള കാരണം ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീല നിറമാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീല നിറമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏതാണ്ട് 71% ജലമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏതാണ്ട് 71% ജലമാണ്. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 97% ലവണജലമാണുള്ളത്. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 97% ലവണജലമാണ്. ഭൂമിയിൽ മനുഷ്യന് ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവെന്ന് പറയുന്നത് 0.33% മാത്രമാണ്. ഭൂമിയിൽ മനുഷ്യന് ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് 0.33% മാത്രമാണ്. ഭൂമിയിൽ അപ്രാപ്യമായ ശുദ്ധജലം 2.67%. ഭൂമിയിൽ അപ്രാപ്യമായ, അതായത് നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത, അപ്പോൾ ഭൂമിയിൽ അപ്രാപ്യമായ ശുദ്ധജലം 2.67% ഉണ്ട്. ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നത് മൂലമാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ജലസ്രോതസ്സുകളെ ഉപരിതല ജലസ്രോതസ്സെന്നും ഭൂഗർഭ ജലസ്രോതസ്സെന്നും രണ്ടായി തിരിക്കാം. അപ്പോൾ ജലസ്രോതസ്സുകളെ എത്രയായി തിരിക്കാം? ജലസ്രോതസ്സുകളെ ഉപരിതല ജലസ്രോതസ്സുകളെന്നും ഭൂഗർഭ ജലസ്രോതസ്സുകളെന്നും രണ്ടായിട്ട് തിരിക്കാം. ഉപരിതലം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ മുകൾ ഭാഗത്തുള്ളതും ഭൂഗർഭം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉൾഭാഗത്തുള്ളതും. ഓക്കെ, ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ. ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ. ഭൂഗർഭ ജലസ്രോതസ്സുകൾ പെടുന്നതാണ് കിണറും കുഴൽക്കിണറും ഒക്കെ. ഭൂഗർഭ ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കിണറും കുഴൽക്കിണറും ഒക്കെ. പലയിടങ്ങളിലും ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട്. ഇത്തരം നീരൊഴുക്കുകൾ ചൂടുനീരുറവകൾ എന്നാണ് അറിയപ്പെടുന്നത്. പലയിടങ്ങളിലും ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട്. ഇത്തരം നീരൊഴുക്കുകൾ ചൂടുനീരുറവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ ധാരാളം കാണാം. ചൂടുനീരുറവകൾ എവിടെ കാണാമെന്ന് ചോദിച്ചാൽ ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ ധാരാളം കാണാം. മരുഭൂമിയിൽ ജലലഭ്യതയുള്ള ഇടങ്ങൾ മരുപ്പച്ചകൾ എന്നാണ് അറിയപ്പെടുന്നത്. മരുഭൂമിയിൽ ജലലഭ്യതയുള്ള ഇടങ്ങൾ മരുപ്പച്ചകൾ എന്നാണ് അറിയപ്പെടുന്നത്. ജലത്തെ ഉൾക്കൊള്ളാനുള്ള മണ്ണിൻ്റെ ശേഷിയാണ് സുഷിരിതാവസ്ഥ, പോറോസിറ്റി. ഇംഗ്ലീഷിൽ പോറോസിറ്റി എന്ന് പറയും, മലയാളത്തിൽ സുഷിരിതാവസ്ഥ. എന്താണ് സുഷിരിതാവസ്ഥ? ജലത്തെ ഉൾക്കൊള്ളാനുള്ള മണ്ണിൻ്റെ ശേഷിയാണ് സുഷിരിതാവസ്ഥ, അതായത് സുഷിരങ്ങൾ ഉള്ള അവസ്ഥ. ജലം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് അല്ലെങ്കിൽ ജലത്തിന് ഉള്ളിലേക്ക് കിനിഞ്ഞിറങ്ങാൻ സഹായിക്കുന്നു. അപ്പോൾ സുഷിരങ്ങളുള്ള അവസ്ഥയാണ് സുഷിരിത അവസ്ഥ. ഈ സുഷിരങ്ങൾ വഴി ജലത്തെ ഉള്ളിലേക്ക് കിനിഞ്ഞിറങ്ങാൻ സഹായിക്കുന്നു. അപ്പോൾ ജലത്തെ ഉൾക്കൊള്ളാനുള്ള മണ്ണിൻ്റെ ശേഷിയാണ് സുഷിരിത അവസ്ഥ. ഇംഗ്ലീഷിൽ എന്തോ പറയും? പോറോസിറ്റി എന്ന് പറയും. ഈ സുഷിരങ്ങൾ വഴി ജലത്തെ ഉള്ളിലേക്ക് കിനിഞ്ഞിറങ്ങാൻ സഹായിക്കുന്നു.
സുഷിരിതാവസ്ഥയ്ക്ക് ഉദാഹരണം അല്ലെങ്കിൽ സുഷിരിതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണമാണ് കളിമണ്ണ്. അവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണമാണ് കളിമണ്ണ്. മറ്റിടങ്ങളെ അപേക്ഷിച്ച് നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ കാരണം കളിമണ്ണിന് പ്രവേശനീയത കുറവാണ്. അതായത് വെള്ളത്തെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കാനുള്ള കഴിവ് കുറവാണ്. മറ്റിടങ്ങളെ അപേക്ഷിച്ച് നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ കാരണമാണ് കളിമണ്ണിന് പ്രവേശിപ്പിക്കാനുള്ള കഴിവ് കുറവാണ്. പ്രവേശനീയത എന്ന് പറയും. പ്രവേശനീയത കുറവാണ്. ജലം കടത്തിവിടാനുള്ള മണ്ണിൻ്റെയും ശിലകളുടെയും ശേഷിയാണ് പ്രവേശനീയത അഥവാ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ജലം കടത്തിവിടാനുള്ള മണ്ണിൻ്റെയും ശിലകളുടെയും ശേഷിയെ പ്രവേശനീയത അഥവാ പെർമിയബിലിറ്റി എന്ന് പറയും. മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരറകളാണ് അക്വിഫറുകൾ. അപ്പോൾ എന്താണ് അക്വിഫറുകൾ? മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കുന്ന നീരറകളാണ് അക്വിഫറുകൾ. അങ്ങനെയുള്ള നീരറകളെയാണ് എന്ത് പറയുന്നത്? അക്വിഫറുകൾ എന്ന് പറയുന്നത്. ഈ ജലം ഇങ്ങനെ അക്വിഫറിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എവിടുത്തെ ജലമാണ് നമുക്ക് ലഭിക്കുന്നത്? അക്വിഫറുകളിലെ ജലമാണ് ലഭിക്കുന്നത് കിണറുകളിലൂടെ. എന്താണ് അക്വിഫറുകൾ? മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള നീരറകളാണ് അക്വിഫറുകൾ. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പ് അറിയപ്പെടുന്നത് ജലപീഠമെന്നാണ്, അഥവാ വാട്ടർ ടേബിൾ. അപ്പോൾ എന്താണ് വാട്ടർ ടേബിൾ അഥവാ ജലപീഠം? ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പ് അറിയപ്പെടുന്നതാണ് ജലപീഠം. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലമാണ് ഭൂഗർഭജലം അഥവാ അണ്ടർഗ്രൗണ്ട് വാട്ടർ. എന്താണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഭൂഗർഭജലം? ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലമാണ് ഭൂഗർഭജലം. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പ കിണറുകൾ അഥവാ ഫിൽട്ടർ പോയിൻ്റ് വെൽസ്. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പ കിണറുകൾ അഥവാ ഫിൽട്ടർ പോയിൻ്റ് വെൽസ്. പ്രവേശനീയത തീരെയില്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായി പ്രവേശനീയത ഏറെയുള്ള ശിലാപാളികളിലേക്ക് കുഴിച്ചാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉപരിതലത്തിലെത്തും. ഇത്തരം കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ. ആർട്ടീഷ്യൻ കിണറുകൾ എന്നാലെന്ത്? പ്രവേശനീയത തീരെയില്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായി പ്രവേശനീയത ഏറെയുള്ള ശിലാപാളികളിലേക്ക് കുഴിച്ചാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉപരിതലത്തിലെത്തും. ഇത്തരം കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ. ആർട്ടീഷ്യൻ കിണറുകൾ ആദ്യമായി പ്രചാരത്തിലെത്തിയത് ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ ആർട്ടോയിസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫ്രാൻസിലാണ് ആർട്ടീഷ്യൻ കിണറുകൾ ആദ്യമായി പ്രചാരത്തിലെത്തിയത്. അതായത് പ്രവേശനീയത തീരെയില്ലാത്ത, വെള്ളത്തെ പ്രവേശിപ്പിക്കാൻ കഴിവില്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായി പ്രവേശനീയത ഏറെയുള്ള ശിലാപാളിയിലേക്ക് കുഴിച്ചാൽ അതിലൂടെ ജലം, കാരണം പ്രവേശനീയത ഇല്ലാത്ത ഭാഗത്തിലൂടെ ജലം എന്തെയും സമ്മർദ്ദം കൊണ്ട് ഉപരിതലത്തിലെത്തും. ഇങ്ങനെയുള്ള കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ. ഭൗമോപരിതലത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ജലപൂരിത മേഖലയിൽ നിന്ന് ജലം തുടർച്ചയായി ഉപരിതലത്തിലൂടെ ഒഴുകുന്നതാണ് നീരുറവകൾ, സ്പ്രിംഗ് എന്ന് പറയും. ഭൗമോപരിതലത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ജലപൂരിത മേഖലയിൽ നിന്ന് ജലം തുടർച്ചയായി ഉപരിതലത്തിലൂടെ ഒഴുകുന്നതാണ് നീരുറവകൾ. ചിലയിടങ്ങളിൽ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന് ചൂടുണ്ടായിരിക്കും. ഇവ ചൂട് നീരുറവ അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിംഗ് എന്നറിയപ്പെടുന്നു. ഭൗമോപരിതലത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ജലപൂരിത മേഖലയിൽ നിന്ന് ജലം തുടർച്ചയായി ഉപരിതലത്തിലൂടെ ഒഴുകുന്നതാണ് നീരുറവകൾ, സ്പ്രിംഗ്. ചിലയിടങ്ങളിൽ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന് ചൂടുണ്ടായിരിക്കുകയും ഇവ ചൂട് നീരുറവ അഥവാ ഹോട്ട് സ്പ്രിംഗ് എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ. പ്രീവിയസ് ആണ്. ഭൂമിക്കുള്ളിൽ നിന്നും നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ. അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗീസറാണ് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ.
കുടിവെള്ള ശേഖരണത്തിനായി കാസർഗോഡ്, ദക്ഷിണ കന്നഡ ജില്ലകളിലുള്ളവർ ഉപയോഗിക്കുന്ന മാർഗമാണ് സുരംഗ കിണറുകൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ വെൽസ് എന്ന് പറയും. ഇതും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. കുടിവെള്ള ശേഖരണത്തിനായി കാസർഗോഡ്, ദക്ഷിണ കന്നഡ ജില്ലകളിലുള്ളവർ ഉപയോഗിക്കുന്ന മാർഗമാണ് സുരംഗ കിണറുകൾ. എന്താണ് സുരംഗ കിണറുകൾ? കുന്നുകളുടെ താഴ്വാരത്തിൽ തിരശ്ചീനമായി ഉള്ളിലേക്ക് തുരന്നു നിർമ്മിക്കുന്നതും കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കടക്കാൻ വലിപ്പമുള്ള കിണറുകളാണ് സുരംഗ കിണറുകൾ. കുന്നുകളുടെ താഴ്വാരത്തിൽ തിരശ്ചീനമായിട്ട് ഉള്ളിലേക്ക് തുരന്നു നിർമ്മിക്കുന്നതാണ് സുരംഗ കിണറുകൾ. ഈ സുരംഗ കിണറിലൂടെ കഷ്ടിച്ച് ഒരാൾക്ക് കടക്കാൻ മാത്രമാണ് വലിപ്പമുണ്ടാവുക. ഓക്കെ, അറേബ്യയുമായുള്ള കച്ചവട ബന്ധങ്ങളിലൂടെയാണ് ഈ വിദ്യ ഇവിടെ എത്തിയത്. സുരംഗ കിണർ എന്ന വിദ്യ ഇവിടെ എത്തിയത് അറേബ്യയുമായുള്ള കച്ചവട ബന്ധങ്ങളിലൂടെയാണ്. അടുത്തത് പ്രീവിയസ് ആണ്. ചൂട് നീരുറവയായ മണികരൺ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലാണ്. പ്രീവിയസ് ആണ്. ചൂട് നീരുറവയായ മണികരൺ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ചൂട് നീരുറവയായ മണികരൺ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അടുത്തതും പ്രീവിയസ് ആണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. അടുത്തതും പ്രീവിയസ് ആണ്. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. ജലത്തിനായി ATM ഏർപ്പെടുത്തിയ കനകപുര കർണാടകത്താണ്. ജലത്തിനായി ATM ഏർപ്പെടുത്തിയ കനകപുര കർണാടകത്തിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിദിനം ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്ന മാലിന്യത്തിൻ്റെ അളവ് 20 ലക്ഷം ടണ്ണാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിദിനം ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്ന മാലിന്യത്തിൻ്റെ അളവെന്ന് പറയുന്നത് 20 ലക്ഷം ടണ്ണാണ്. കേരളത്തിൽ മാത്രം ഏതാണ്ട് 120 ഘന കിലോമീറ്റർ ജലമാണ് ഒരു വർഷം മഴയായി പെയ്യുന്നത്. കേരളത്തിൽ മാത്രം ഏതാണ്ട് 120 ഘന കിലോമീറ്റർ ജലമാണ് ഒരു വർഷം മഴയായി പെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം അറിയപ്പെടുന്നത് ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം എന്നാണ്. നമ്മുടെ രാജ്യത്ത് ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം അറിയപ്പെടുന്നത് ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം എന്നാണ്. തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് വയലുകളും കുളങ്ങളും ചതുപ്പുനിലങ്ങളും. തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? വയലുകൾ, കുളങ്ങൾ, ചതുപ്പുനിലങ്ങൾ. ഏറ്റവും ശുദ്ധമായ ജലമാണ് മഴവെള്ളം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ശുദ്ധമായ ജലമാണ് മഴവെള്ളം. അപ്പോൾ 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 12ാമത്തെ അധ്യായം ഭൂമിയിലെ ജലം എന്ന അധ്യായത്തിൽ ഇത്രയും പോയിന്റുകളാണ് ഉള്ളത്. എല്ലാ പോയിന്റുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.